നല്ല പൂരി പോലെ വീർത്ത് വരുന്ന സോഫ്റ്റ് ചപ്പാത്തി ചുട്ടിട്ട് വൈകുന്നേരം വരെ ഇതേ സോഫ്റ്റ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഗ്രീൻ പീസ് കറി. ഇന്ന് നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഉള്ളത് ഗ്രീൻ പീസ് കറി. ഇത് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു റെസിപ്പിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അടിപൊളിയാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ മെഷറിംഗ് കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാനിവിടെ ഈ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി ആട്ടോ എടുക്കണേ. അപ്പം ഇതിൽ 2 കപ്പ് അളന്നെടുക്കുവാണ്. കറക്റ്റ് 2 കപ്പാണ് എടുത്തേക്കണേ. ഇനി ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ അപ്പത്തിൻ്റെയൊക്കെ ഈ കപ്പി കാച്ചൂലേ അതുപോലെ കുറുക്കിയെടുക്കണം. അടപ്പത്ത് വെച്ചിട്ട് ഞാനിതൊന്ന് കുറുക്കിയെടുക്കാൻ പോവാം. ഇത് ചെറു തീയിൽ വെച്ച് ഒന്ന് ഇതുപോലെ കുറുക്കിയെടുക്കുവാണ്. അത് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഇതങ്ങ് ഓഫ് ചെയ്യാം. ഇത് ഒരുവിധം കുറുകി നമ്മളിപ്പം കപ്പി കാച്ചുന്ന അതേ മോഡലിൽ ഇത്ര മതി. ഇനി ഇതങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ ചൂടോടെ ഒന്നും കുഴയ്ക്കരുത്. ഇത് അല്പം തണുത്തതിന് ശേഷമാണ് ഗോതമ്പ് പൊടിയായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ചൂടോടെ കുഴച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഒത്തിരി വെന്ത് പോവുകയും ആ ഒരു ചപ്പാത്തിയുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവുകയും ചെയ്യും. ഗോതമ്പ് പൊടിക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മുടെ നമ്മൾ കുറുക്കി വെച്ചേക്കുന്നത് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇത് ഇട്ട് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചിട്ട് ആവശ്യാനുസരണം പിന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ച് നോക്കുവാണ്. അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ബാക്കി ഒഴിക്കാം. സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിങ്ങനെ വന്നേക്കണം. ഇനി ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് മൊത്തം അങ്ങ് ഒഴിക്കും കേട്ടോ. ഇത് ആവശ്യം വരും. ഇനി കറക്റ്റായിട്ടാണ് ആ വെള്ളം കിട്ടിയത് കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അല്പം നെയ്യോ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുഴയ്ക്കാൻ പോകും കേട്ടോ. ഇപ്പോൾ 2-3 വീഡിയോ ഞാൻ കണ്ടു. അപ്പം എൻ്റെ ഒരു ട്രയലാണിത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണേ ഇത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഞാനൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ പോവാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറി. ഇതിവിടെ ഇരിക്കട്ടെ, ഒന്ന് അടച്ചു വയ്ക്കാം. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ സവാള കുനുകുനാന്ന് അരിഞ്ഞു. ഒരു വലിയ സവാളയായിരുന്നു. പിന്നെ കുറച്ച് തക്കാളി, അതായത് 2 ചെറിയ തക്കാളിയായിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ ഒരു തക്കാളി കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പട്ട, പിന്നെ തക്കോലം, മറ്റേ ഏലക്കായ, പിന്നെ പെരിഞ്ചീരകം. പിന്നെ ഇത് നമ്മുടെ കറിവേപ്പിലയും ഒക്കെ അരിഞ്ഞ് വെച്ചേക്കണയാണ്. ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ക്രഷ് ചെയ്തു. ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കടുക്. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒലിവ് ഓയിലങ്ങ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രീൻ പീസ് ഞാൻ എടുക്കട്ടെ. അത് ഫ്രീസറിൽ ഇരിക്കണമായിരുന്നു കേട്ടോ. ഇത് പച്ച ഗ്രീൻ പീസാണ്. അപ്പം ഇത് ചുമ്മാ അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അതായത് ഡ്രൈഡ് ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഒന്ന് സോക്കായി കഴിയുമ്പോൾ പ്രഷർ കുക്കറിൽ 2 വിസിലൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും. ഇത് നമുക്ക് വെറുതെ ഈസിയാണ്. ഇതിനാണ് ടേസ്റ്റും കൂടുതൽ. അപ്പോൾ ഇത് വാങ്ങിച്ചിങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ ഈസിയാണ്. ഇതുപോലെ ഞാനൊരു 2 കപ്പാണ് എടുക്കുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഇത് കട്ടി തേങ്ങാപ്പാലാണ്. പിന്നെ അത് തന്നെ ഡൈല്യൂട്ട് ചെയ്തേക്കണേ ഒരു 2ാം പാൽ. അപ്പോൾ ഇതും 1 കപ്പും ഇതും 1 കപ്പാണ് ഏകദേശം. അപ്പോൾ ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒലിവ് ഓയിലാട്ടോ ഉണ്ടാക്കണേ. നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിക്കണേ. ഇടയ്ക്ക് ഒലിവ് ഓയിൽ എടുക്കും, ഇടയ്ക്ക് വെളിച്ചെണ്ണ എടുക്കും. അപ്പം പല ഓയിലുകൾ എടുക്കണം നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഒലിവ് ഓയിലാണ് ഉണ്ടാക്കണേ.
പിന്നെ ചിലപ്പം ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ നെയ്യ് എടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഓയിലുകൾ, ഒരേ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് മാറി മാറി ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ വായിച്ചതാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റാം. ഒലിവ് ഓയിൽ ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവർ, നല്ല ഫ്രഷ് ഫ്ലേവർ കിട്ടുന്നതിന് ഈ സ്പൈസസ് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഗരം മസാലയുണ്ട്, ഫ്രഷ് ഗരം മസാല. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ പെരിഞ്ചീരകവും പട്ടത്തൊലി, ഏലക്കായ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും കൂടെ പൊട്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും കൂടെ ക്രഷ് ചെയ്ത് വെച്ചേക്കണം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നും ഒന്നും കൂടെ ഒന്ന് വാടിയിട്ട് വേണം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. ജിഞ്ചറും ഗാർലിക്കും ഒന്ന് മൂത്ത് തന്നെ. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് മൂക്കാൻ ഉപ്പിടുന്ന സഹായിക്കും. അപ്പം ഏകദേശം 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി ബാക്കി അവസാനം വേണമെങ്കിൽ ചേർത്താൽ മതി. തീ കുറച്ച് വെച്ചേക്കണം. ഇനി നമ്മൾ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കും കേട്ടോ. ഈ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയുടെ ആ ഒരു ഇതാണ് ഇട്ടത്. ഒരു തക്കാളി അല്പം വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവസാനം ഇടാനുള്ളതാണ്. ഈ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ കിടന്ന് നല്ലൊരു ബ്ലെൻഡ് ആവണം. ആ സമയത്തേക്ക് നമുക്ക് പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഒത്തിരി മുളക് പൊടിയൊന്നും ഇടുന്നില്ല. പച്ചമുളകിൻ്റെ എരിവും കൂടി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇത് കറിവേപ്പില കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും ഇതിൻ്റെ കൂടെ കിടന്ന മുളകിൻ്റെ എരിവൊക്കെ ഇതിലേക്ക് പിടിക്കണം. അതിനുശേഷം ഇതേ പൊടി എടുത്ത് വെച്ചങ്ങനെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരല്പം ഗരം മസാലപ്പൊടി ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് അവസാനം കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ച് നല്ല അല്പം തണുപ്പൊക്കെ പോയിരിക്കണേ. ഫുള്ളായിട്ട് ഫ്രീസർ എന്നുള്ള അത് മാറിയിട്ടില്ല. അല്പം തണുപ്പ് പോയിരിക്കണേ. ഇനി ഇത് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാൻ പോവാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ തക്കാളി ഇവിടെ ഉണ്ടായതാണ്. പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇവിടെ ഉണ്ടായ സാധനങ്ങളാണ്, ഓർഗാനിക്കാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഞാനത് ഫ്രഷ് എടുത്തേക്കണത്. ഇപ്പം അവിടെ പോയി പറിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രീൻ പീസ് പെട്ടെന്ന് വേവുന്നത് ഇങ്ങനെ പച്ച ഗ്രീൻ പീസ് അല്ലേ, ഒന്ന് അടച്ചു വെച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇട്ട് ആ തണുപ്പൊക്കെ അങ്ങ് പോയിട്ട് ഞാൻ ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് അതിൽ ഇട്ടാണ് ഇത് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇതാണ് നമ്മുടെ 2ാം പാൽ. അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ക്യാനിലുള്ളതാണ് എടുത്തേക്കണേ. ക്യാനിലുള്ള തിക്ക് പാലെടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ തിക്ക് പാലായിട്ട് എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഒരു കുറച്ചെടുത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് ലൂസാക്കിയതാണ് ഇവിടെ 2ാം പാലായിട്ട് എടുക്കുന്നത്. നാട്ടിലാണെങ്കിൽ ഫ്രഷ് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ 2ാം പാലും കൂടി എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യുവാണ്. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞു. കണ്ടോ, ഇതൊന്നും നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. ഉണ്ടോ, നല്ല നല്ല പാകത്തിനായിരിക്കണേ. കുറച്ച് ഉപ്പും കൂടെ വേണേ. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇടണം. ഇനി ഇതിലേക്ക്
നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണ്ട. അത് ഒത്തിരി വേവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടാൻ പാകത്തിന് ഒരു ഫ്രഷ്. അതിങ്ങനെ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടൂലേ നമുക്ക് തക്കാളി ഇങ്ങനെ അധികം വേവാതെ ഇങ്ങനെ കിടക്കും, അതിൻ്റെ കറിയിൽ ഒന്ന് വാടി കിടക്കും. പിന്നെ ഇനി നമ്മുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഉപ്പൊക്കെ നോക്കണം. പിന്നെ ഇനി അവസാനം കുറച്ച് ഗരം മസാല ഇടാനുണ്ട്, കുറച്ച് അല്പം കുരുമുളക് പൊടി, പിന്നെ മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. മല്ലിയില സാധാരണ ഉണ്ടാവാറില്ലായിരുന്നു, ഇവിടെ ഇല്ല. കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഗരം മസാല, ഇതിവിടെ പൊടിച്ചതായത് തന്നെ നല്ല സ്ട്രോങ് ആട്ടോ. ഒരല്പം കുരുമുളക് പൊടി, അധികം വേണ്ട. ഇനി ഇത് ഇളക്കിയിട്ട് തിളച്ച് കഴിഞ്ഞ് ഇനി ഓഫ് ചെയ്യാം. പാകത്തിന് കുറുകലായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിലുള്ള ഒരു കറിയാണ്. കണ്ടോ, നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. എല്ലാം കറക്റ്റാണ്, ഇനി ഒന്നും നോക്കാനില്ല. തക്കാളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രീൻ പീസ് കറി റെഡി. അപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റിലൂടെ പറഞ്ഞതായിരുന്നു കേട്ടോ, ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമോ ചേച്ചിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ആ നല്ലതാണല്ലോ, ഗ്രീൻ പീസ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പലർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാനിത് ഉണ്ടാക്കിയത്. നമുക്ക് ചപ്പാത്തി എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ചപ്പാത്തി എടുക്കുന്നത്. ഇനി ഇത് പരത്തിയിട്ട് ചപ്പാത്തി ചൂടാം. ഇത് കണ്ടോ, നല്ല ഇതായിട്ട് ഇരിക്കണ്ട കേട്ടോ. ഞാനിത് ഓരോ ബോളുകളാക്കി മാറ്റട്ടെ. അപ്പോൾ ഈ ചപ്പാത്തിക്ക് ഞാൻ കയ്യിൽ ഇത്തിരി ഓയിലാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കണം, ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വരും. ഓരോ ബോളാക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് ചപ്പാത്തികൾ ഉണ്ടാക്കാം. ഒന്ന് ഉരുട്ടി വയ്ക്കാമല്ല. കറക്റ്റ് 10 ചപ്പാത്തി ആട്ടോ കിട്ടണേ. കുറച്ച് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊട്ടും വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ല, കറക്റ്റ് പാകാട്ടോ. ഇങ്ങനെ ചെയ്ത് കല്ല് ചൂടായിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിപ്പോൾ തന്നെ മറിച്ചിടരുത്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ചെറിയ കുമ്പിളകൾ വരണം. അപ്പോൾ ഇത് ചെറുതായിട്ട് കുമ്പിളകൾ വന്നാൽ ഞാനൊന്ന് മറിച്ചിടുവാണ്. കുമ്പിളകളൊക്കെ വന്നോടിക്ക് മറിച്ചിടുവാണ്. അപ്പോൾ കണ്ടോ, ഇനി ഇങ്ങനെ പയ്യെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇത് പാകത്തിന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ചെറുതായിട്ട്, ഒത്തിരി ഇട്ട് പ്രസ് ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതേ പൂരി പോലെ ബോൾ പോലെ പൊങ്ങി വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒരു ട്രൈ ചെയ്താൽ ഇതുപോലെ നല്ല ചപ്പാത്തി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ മതി. നല്ല അടിപൊളി ചപ്പാത്തിയാണ്. അതേ ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് സ്പീഡിലൊന്ന് പരത്തിയെടുക്കട്ടെ. ഇത് പരത്താൻ വളരെ എളുപ്പമാണ്. ആ വെള്ളം കറക്റ്റ് ആയതുകൊണ്ട് തന്നെയും നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് പരത്തിയെടുക്കാം. പൊടിയൊന്നും ഇടേണ്ട ആവശ്യം തന്നെ ഇല്ല. ചപ്പാത്തിയെല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇതേ നമുക്ക് ചുടാൻ എളുപ്പമാണ്. ഇങ്ങനെ പരത്തിയിട്ട് അപ്പം ചുടുമ്പോൾ എനിക്കത്ര ഇതില്ല. അപ്പോൾ ഇത് എല്ലാം അങ്ങ് പരത്തി വെച്ചു. പക്ഷേ ഇത് നല്ല കറക്റ്റ് വെള്ളമൊക്കെ പാകത്തിനായതുകൊണ്ട് ഒന്നിനൊന്നിനും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇപ്പം അതായത് ചുട്ടെടുക്കാം. ഒന്ന് സ്പീഡിൽ ചുട്ടെടുക്കാൻ പോവാണ്. ഈ ചപ്പാത്തി ഇതുപോലെ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ചുട്ടാലും വൈകുന്നേരം വരെ സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ വളരെ കുറച്ച് എണ്ണയും മതി. എണ്ണയൊന്നും അധികം തൂക്കുന്നില്ലല്ലോ നമ്മൾ. പിന്നെ പൊടി അധികം ഇടുകയും വേണ്ട. അതുപോലെ തന്നെ 2 കപ്പ് പൊടിക്ക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറുക്കി വെള്ളം പാകത്തിന്, അതാണ് കറക്റ്റ് അളവാണ്. നേരം വെച്ചിരുന്നാലും രാവിലെ ചുട്ടിട്ട് വൈകുന്നേരം വരെ ആയാലും സോഫ്റ്റായിട്ടിരിക്കുന്ന നമ്മുടെ ചപ്പാത്തികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രീൻ പീസ് കറി. അപ്പോൾ ഇത് ആണ് ഇന്നത്തെ ഡിന്നറ്. ചപ്പാത്തി എന്തായാലും നിങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ ഒക്കെ കൊടുക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.